ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ആട്ടോ. അതിൽ 7th ചാപ്റ്ററായ മാജിക് ഓഫ് സെൻസ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് മാജിക് ഓഫ് സെൻസ്? സെൻസിന്റെ മാജിക് അല്ലേ. സെൻസസ് എന്ന് പറയാൻ നമുക്ക് അറിയാലോ എന്താണ് നമ്മളെ ഇന്ദ്രിയം എന്നൊക്കെ പറയും അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഈ ഡോഗ് പറയുന്നത് നോക്കിയേ. ഐ ക്യാൻ റെക്കഗ്നൈസ് ഈവൻ ദ ലോവസ്റ്റ് ഓഫ് ദ സൗണ്ട്. അപ്പൊ ഈ ഡോഗ് പറയാണ് അല്ലേ, എന്താണ് ഐ ക്യാൻ റെക്കഗ്നൈസ്, എനിക്ക് എന്താണ് തിരിച്ചറിയാൻ കഴിയും, ഈവൻ ദ ലോവസ്റ്റ് ഓഫ് ദ സൗണ്ട്, സൗണ്ടിന്റെ ചെറിയ ഇതുപോലും എന്താണ് എനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഈ ഡോഗ് പറയുന്നത്. ചെറിയ സൗണ്ട് പോലും ചെറിയ ശബ്ദം പോലും ഞാൻ തിരിച്ചറിയുന്നു എന്നാണ് എന്ത് ഡോഗ് പറയുന്നത് അല്ലെ. ഇനി നോക്കൂ, ഈ ഈഗിള് പറയുന്നത് നോക്കിയേ. ഐ ക്യാൻ സീ ദ പ്രേ. പ്രേ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? PREY അല്ലെ, ഇര അല്ലെ. അതിന്റെ എന്താ ഇരയാണ് പ്രേ എന്ന് പറയുന്നത് കേട്ടോ. PRAY ആണെങ്കിൽ എന്താണ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ PREY ആണ്, അതെന്താണ് ഇര അല്ലെ. അപ്പൊ ഐ ക്യാൻ സീ ദ പ്രേ ഈവൻ ഫ്രം എ ഗ്രേറ്റ് ഡിസ്റ്റൻസ്. എന്താണ് വളരെ ദൂരെയുള്ള ഇരയെ പോലും എനിക്ക് എന്താണ് കാണാൻ കഴിയുന്നതാണ് ഈ ഈഗിള് പറയുന്നത് അല്ലെ. ദെൻ ബട്ടർഫ്ലൈ എന്താ പറയുന്നത് നോക്കിയേ. ഐ ക്യാൻ റെക്കഗ്നൈസ് ദ ടേസ്റ്റ് യൂസിങ് മൈ ലെഗ്സ്. എന്താണ് എൻ്റെ കാലുകൾ, എൻ്റെ ലെഗ് ഉപയോഗിച്ച് രുചി തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഈ ബട്ടർഫ്ലൈ പറയുന്നത് അല്ലേ. ഇനി നോക്കൂ, ബെയർ പറയുന്നത് എന്താണ്? ഐ ക്യാൻ റെക്കഗ്നൈസ് ഈവൻ ദ ഫെയിൻറ്റസ്റ്റ് ഓഫ് സ്മെല്ല്. എനിക്ക് എന്താ നേരിയ സ്മെല്ല് പോലും തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഈ ബെയർ പറയുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കൂ, ക്രൊക്കോഡൈൽ എന്താ പറയുന്നത്? ഈവൻ ഇഫ് മൈ ബോഡി ഈസ് ഹാർഡ് ലൈക്ക് എ റോക്ക് ഐ വിൽ നോ വേർ എവർ ടച്ച്ഡ്. എന്താണ് എൻ്റെ ശരീരം നല്ല റോക്ക് പോലെയാണ്, പാറ പോലെയാണെങ്കിൽ എന്താണ് എവിടെ തൊട്ടാലും ഞാൻ അറിയുന്നതാണ് ഈ ക്രൊക്കോഡൈൽ പറയുന്നത് അല്ലേ. യു ഹാവ് റീഡ് വാട്ട് ഈച്ച് ക്രീച്ചർ ഹാസ് സെഡ് ഹാവന്റ് യു. നിങ്ങൾ എന്താണ് ഓരോ ജീവിയും ഓരോ ക്രീച്ചറും അവരെ കുറിച്ച് പറഞ്ഞേ വായിച്ചല്ലോ അല്ലെ. വാട്ട് ആർ ദ സ്പെഷ്യൽ എബിലിറ്റീസ് ഓഫ് ദീസ് ക്രീച്ചേഴ്സ് ടു റെക്കഗ്നൈസ് ദെയർ സറൗണ്ടിങ്സ്. അപ്പൊ സറൗണ്ടിങ്സിനെ കുറിച്ചിട്ട് ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നതിന് ഈ ജീവികൾക്കുള്ള പ്രത്യേക കഴിവുകൾ എന്തെല്ലാമാണ്? ഇവിടെ എന്താണ് ഈ ഡോഗിന് എന്താണ് സ്മെല്ല് അല്ലെ, നോസിനോടാണ് സ്മെല്ല് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ദെൻ ഈഗിളിന്റെ എന്താണ് കാഴ്ച ശക്തി അല്ലെ, അതാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെ. ബട്ടർഫ്ലൈന്റെ എന്താണ് ലെഗ് വെച്ചിട്ടാണ് എന്ത് ടേസ്റ്റ് അറിയുന്നത് അല്ലെ. ദെൻ നോസിന്റെ സ്മെല്ല് തന്നെ വരുന്നത് അല്ലെ, ബെയറിൻ്റെതും. ഓക്കെ, ദെൻ ക്രൊക്കോഡൈലിന്റെ എന്താണ് സ്കിൻ വെച്ച് ടച്ച് അല്ലെ, ടച്ചിങ് എബിലിറ്റി ഉള്ളത് സ്കിൻ വെച്ചിട്ടാണ് ഇവിടെ എന്താക്കുന്നത് ഈ ക്രൊക്കോഡൈലും ചെയ്യുന്നത് അല്ലേ. ദെൻ എക്സാമിൻ ദ ഇലിസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. നീ എന്താക്കാ ഇലിസ്ട്രേഷൻ നോക്കിയിട്ട് എന്താണ് ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ക്രീച്ചർ ഈഗിൾ നോക്കൂ. ഈഗിള് എന്താണ് എന്തിനോടാണ്, ഏത് ഓർഗനോടാണ് എന്താണ് അത് കാണുന്നു പറഞ്ഞല്ലോ. എന്താണ് ഏത് ഓർഗനാണ്? ഐസ് അല്ലെ, കണ്ണിനോടാണ് എന്താക്കുന്നത് ആ ഈഗിൾ കാണുന്നു പറഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ സ്പെഷ്യൽ എബിലിറ്റി എന്താണ്? ഫാർ സൈറ്റ് അല്ലെ, ദൂരമുള്ള കാഴ്ച പോലും കാണാൻ കഴിയുന്നുണ്ട് അല്ലെ. ദെൻ നെക്സ്റ്റ് ബട്ടർഫ്ലൈ ആണ് അല്ലെ. ബട്ടർഫ്ലൈന്റെ ഓർഗൻ ഇതിനോട് എന്താണ് ഉപയോഗിക്കുന്നത്? ബട്ടർഫ്ലൈ എന്താണ് ഫീറ്റിനോടാണ് അല്ലെ. പിന്നെന്താണ് സ്പെഷ്യൽ എബിലിറ്റി എന്താണ്? റെക്കഗ്നൈസ് ടേസ്റ്റ് നോക്കുന്നത് എന്താണ്? അത് ഫീറ്റിന്റെ അത് വെച്ചിട്ട് അല്ലെ. ദെൻ ക്രൊക്കോഡൈൽ സ്കിന്നാണ് അല്ലെ. പിന്നെ എങ്ങനെയാണ് സ്പെഷ്യൽ എബിലിറ്റി എന്താ? ഫീൽ ടച്ച് അല്ലെ, ടച്ച് ചെയ്യുന്ന അറിയുന്നതാണ് പറയുന്നത് അല്ലെ. ഇനി ഡോഗ് എന്താണ് ഇയർ വെച്ചിട്ട് അല്ലെ, സൗണ്ട് അല്ലെ, പവർഫുൾ ഹിയറിംഗ്. ഓക്കെ, ദെൻ ബെയറോ നോസ് അല്ലെ, മൂക്ക് വെച്ചിട്ടാണ് അല്ലെ. ദെൻ ഐഡന്റിഫൈ ഫെയിൻറ്റ് സ്മെൽ അല്ലെ, ഏത് സ്മെല്ലും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ബെയറിൻ്റെത്. ഓക്കെ, ദിസ് ഓർഗൻ ഹെൽപ്സ് ദ ക്രീച്ചേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ സറൗണ്ടിങ്സ് ത്രൂ സൈറ്റ്, ടച്ച്, ഹിയറിംഗ്, സ്മെൽ ആൻഡ് ടേസ്റ്റ്. എന്താണ് അതിൻ്റെ ഈ കാഴ്ച, സ്പർശം, കേൾവി, സ്മെല്ല്, അതുപോലെ ടേസ്റ്റ് എന്നിവയിലൂടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് എന്താണ് ഈ അവയവങ്ങളാണ് എന്ത് ഈ ക്രീച്ചേഴ്സിനെ സഹായിക്കുന്നത് അല്ലെ. ഈ ഈ ക്രീച്ചേഴ്സിനൊക്കെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? ഈ സൈറ്റും ടച്ചും ഹിയറിംഗ് സ്മെല്ലും ടേസ്റ്റും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഏതൊക്കെ അവയവങ്ങളാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അവിടെ പറഞ്ഞു അല്ലെ, എന്തൊക്കെയാണ്? സ്മെല്ല് ചെയ്യാൻ നോസും, ഐസ്, പിന്നെന്താണ് സ്കിന്ന്, പിന്നെ എന്താ ഇയർ അല്ലെ, അങ്ങനെ എക്സെട്ര അല്ലെ. അതൊക്കെയാണ് എന്താക്കുന്നത് ടേസ്റ്റ് ചെയ്യുക അല്ലെ, ഓർഗൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ക്രീച്ചേഴ്സിനെയൊക്കെ അല്ലെ. ദെൻ സിമിലർലി വിച്ച് ആർ ദ ഓർഗൻസ് ദാറ്റ് ഹെൽപ്പ് us ടു അണ്ടർസ്റ്റാൻഡ് അവർ സറൗണ്ടിങ്സ്. അതുപോലെ നമുക്ക് എന്ത് ഓർഗൻസ് ഉണ്ട് അല്ലെ. ഏതൊക്കെ ഓർഗൻസ് ആണ് നമ്മളെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത്? യെസ്, നമ്മളുടെ ഓർഗൻസ് ഏതാ? ഐസ്, കണ്ണുകൾ. എന്തിനാണ് ഇതാക്കുന്നത്? കാഴ്ചക്ക് അല്ലെ, സൈറ്റിന് വേണ്ടിയിട്ടാണ് എന്ത് കണ്ണ് നമുക്ക് ഉപയോഗപ്പെടുത്തുന്നത് അല്ലേ. അതുപോലെ നമുക്ക് ഏതൊക്കെയാണ് പറയാൻ പറ്റുമോ?
പിന്നെ ഏതാ അവയവം? ഐസ് കഴിഞ്ഞാൽ പിന്നെ ഇയേഴ്സ് അല്ലേ, എന്തിനാണ്? ഹിയറിങ്, കേൾക്കാൻ, കേൾവി ശക്തിക്ക് അല്ലേ. പിന്നെ നോസ്, നമുക്ക് മൂക്ക് എന്തിനാ? സ്മെല് ചെയ്യാൻ അല്ലേ. അതുപോലെ ടങ് എന്തിനാണ്? ടേസ്റ്റ് ചെയ്യാൻ അല്ലേ. അതുപോലെ സ്കിൻ എന്താണ്? ടച്ച് അല്ലേ, ടച്ച് ചെയ്യാനാണ് എന്ത്? സ്കിൻ. ഓക്കെ, ടച്ചിങ് എബിലിറ്റി കേട്ടോ, അതായത് നമ്മൾ തൊടുമ്പോൾ നമ്മൾ അറിയുന്നത് നമ്മളെ സ്കിന്നിലൂടെയാണ് നമ്മൾ അറിയുന്നത് കേട്ടോ. അതുപോലെ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലൂടെ അറിയുന്നത് ടങ്ങിലൂടെയാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ നമുക്ക് മണടിക്കുന്നത് ഇതിലൂടെയാണ്? നോസിലൂടെ. കേൾക്കുന്നത് ഇതിലൂടെയാണ്? ചെവിയിലൂടെ അല്ലേ. കാണുന്നതോ? കണ്ണിലൂടെ. അതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി സെൻസ് ഓർഗൻസ് എന്താ നോക്കാം. ക്രീച്ചേഴ്സ് ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗൻസ് ദാറ്റ് ഹെൽപ്പ് ദം ടു അണ്ടർസ്റ്റാൻഡ് ദ സറൗണ്ടിങ്സ്. ദീസ് ഓർഗൻസ് ആർ കോൾഡ് സെൻസ് ഓർഗൻസ്. ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ ആർ ദ സെൻസ് ഓർഗൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. എന്താണ് ഇവിടെ പറയുന്നത്? ഈ സെൻസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന്, നമ്മളെ സറൗണ്ടിങ്സിനെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ എന്താണ്? ഓരോ ക്രീച്ചേഴ്സിനും ഇല്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗൻസ് ഉണ്ട് എല്ലാ ക്രീച്ചേഴ്സിനും അല്ലേ. ദീസ് ഓർഗൻസ് ആർ കോൾഡ് സെൻസ് ഓർഗൻസ്. ഈ ഓർഗൻസ് ആണ് എന്ത്? സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് അല്ലേ. ഓരോന്ന്, അതായത് നമ്മളെ ചുറ്റുപാടുകൾ മനസ്സിലാക്കുന്നതിന് എന്താണ് അപ്പോൾ ചുറ്റുപാടുകളെ, നമ്മുടെ സറൗണ്ടിങ്സിനെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ എന്താണ്? ഓരോ ക്രീച്ചേഴ്സിനും ഉണ്ട് അല്ലേ. നമുക്കാണെങ്കിലും ഉണ്ട്, ജന്തുക്കൾക്കാണെങ്കിലും ഉണ്ട്, ആനിമൽസിനും എല്ലാ എന്താണ് ക്രീച്ചേഴ്സിനും എന്തുണ്ട്? നമ്മളെ ഒരു ഓർഗാൻസ് ഉണ്ട് അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാൻസ് ഉണ്ട് അല്ലേ. എന്തിനാണത്? ആ ഓർഗാൻസ് എന്തിനാണ്? ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് അല്ലേ. ദീസ് ഓർഗൻസ് ആർ കോൾഡ് സെൻസ് ഓർഗൻ. ഈ ഓർഗൻസിനെയാണ് എന്ത് പറയുന്നത്? സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ ആർ ദ സെൻസ് ഓർഗൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ എന്താണ്? ഈ ഹ്യൂമൻ ബീയിങ്സിന്റെ, മനുഷ്യരുടെ സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ. 5 കേട്ടോ. നമ്മളെ മനുഷ്യന്മാരെ സെൻസ് ഓർഗൻ ഏതാന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? 5 ഉണ്ട്. ഏതൊക്കെ? ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ. ഇപ്പം തന്നെ പഠിച്ചൊക്കെ പോവാ കേട്ടോ. അപ്പൊ സെൻസ് ഓർഗൻ ഏതാ മനസ്സിലായല്ലോ? മനുഷ്യന്മാരുടെ, ഹ്യൂമൻ ബീങ്സിന്റെ സെൻസ് ഓർഗൻ ആണിത്. ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ. ഓക്കെ, ദെൻ ഹൂ വിൽ വിൻ? അടുത്ത് എന്താണ്? ആര് ജയിക്കും? എന്താണ് ഇവിടെ പറയുന്നത്? ഷാൾ വി കണ്ടക്ട് എ കോണ്ടസ്റ്റ്? നമുക്കൊരു മത്സരം നടത്തിയാലോ? ഇവിടെ എന്തൊക്കെയാ കാണുന്നത്? അവിടെ ഒരു ചാവികളൊക്കെ കാണുന്നുണ്ട് അല്ലേ. പൂട്ടും ചാവിയൊക്കെ കാണുന്നുണ്ട്. കീപ് എ ലോക്ക് ആൻഡ് സം കീസ് ഓൺ ദ ടേബിൾ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ബ്ലൈൻഡ് ഫോൾഡ് ദോസ് ചിൽഡ്രൻ ഹു ആർ റെഡി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോണ്ടസ്റ്റ്. ദ വിന്നർ ഈസ് ദ വൺ ഹു ഓപ്പൺസ് ദ ലോക്ക് വിത്തിൻ 30 സെക്കൻഡ്സ്. അപ്പൊ എന്താ അവിടെ പറയുന്നത്? എന്താണ്? ഈ ചിത്രത്തിൽ കണ്ടില്ലേ നിങ്ങൾ? അപ്പൊ എന്താണ്? ഒരു പൂട്ടും കുറച്ച് താക്കോലുകൾ എന്താണ് നിങ്ങൾ മേശപ്പുറത്ത് വെക്കുക. കണ്ണ് കെട്ടിയിട്ട് യോജിച്ച താക്കോൽ തിരഞ്ഞെടുത്തിട്ട് എന്താണ്? പൂട്ട് തുറക്കുന്നതാണ് മത്സരം. അതിൽ എന്താണ്? കണ്ണ് കെട്ടണം. ഓക്കെ, കണ്ണ് കെട്ടിയിട്ട് എന്താക്കുക? ആ പൂട്ട് എടുക്കുക. എന്നിട്ട് ആ പൂട്ട് ഏത് ചാവി എടുത്തിട്ടാണോ തുറക്കുന്നത്, ആ തുറക്കുന്ന ആളായിരിക്കും വിജയിക്കുക അല്ലെ. മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറുള്ള ആൾക്കാരുടെ എണ്ണം എന്താക്കണം? മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറുള്ളവരുടെ കണ്ണ് കെട്ടണം. ഓക്കെ, അതാണ്. 30 സെക്കൻഡിനുള്ളിൽ പൂട്ട് തുറക്കുന്നവരാണ് എന്ത്? വിജയികൾ അല്ലേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കണ്ണ് പൂട്ടിക്കെട്ടുക അല്ലെ. മത്സരത്തിൽ പങ്കെടുക്കുന്ന, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്താക്കുക? കണ്ണ് എന്താണ്? തുണിയെടുത്ത് കെട്ടിയിട്ട് എന്താക്കുക? ഈ പൂട്ടെടുക്കുക. എന്നിട്ട് ഇതിന് ചാവി എടുത്തിട്ട് 30 സെക്കൻഡിനുള്ളിൽ ഈ ലോക്ക് തുറക്കണം അല്ലെ. ഡിഡ് എവരി വൺ ഹു വാസ് ബ്ലൈൻഡ് ഫോൾഡഡ് വിൻ ടു ഓപ്പൺ ദ ലോക്ക്? കണ്ണ് കെട്ടി പൂട്ട് തുറക്കാൻ ശ്രമിച്ച എല്ലാവരും വിജയിച്ചോ? ഇല്ല അല്ലേ. ഈസി വിജയിച്ചു. അവര് 30 സെക്കൻഡിനുള്ളിൽ എന്താക്കി? ഈ ലോക്ക് തുറന്നോന്നാ ചോദിച്ചിരിക്കുന്നത്. ഈസ് ഇറ്റ് ഈസി ടു റെക്കഗ്നൈസ് ഒബ്ജക്റ്റ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ദ ഐസ്? കണ്ണിന്റെ സഹായമില്ലാതെ വസ്തുക്കളെ തിരിച്ചറിയുന്നത് എളുപ്പമാണോ? ഉണ്ടോ? ആണോ? ഡ്രോ ദ പിക്ചർ ഓഫ് ഐസ് ആൻഡ് കളർ ഇറ്റ്. എന്താണ്? കണ്ണുകളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുക. കണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? കണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? ആദ്യം ഈ കണ്ണിന് ഇത് കൊടുക്കുക അല്ലെ. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? അപ്പൊ നമ്മൾ കണ്ണില്ലാതെ എന്താണ്? സാധനങ്ങളൊന്നും തിരിച്ചറിയാൻ കഴിയില്ല അല്ലെ. അപ്പൊ കണ്ണിന്റെ സഹായം ഇല്ലാതെ വസ്തുക്കളെ തിരിച്ചറിയുന്നത് എന്താണ്? എളുപ്പമല്ല അല്ലെ. നോക്കൂ, വെൻ ദ പൊസിഷൻ ചേഞ്ചസ്. നെക്സ്റ്റ് എന്താണ്? വെൻ ദ പൊസിഷൻ ചേഞ്ചസ് എന്താണ്? ഈ സ്ഥാനം മാറുമ്പോൾ അല്ലെ, പൊസിഷൻ മാറുമ്പോൾ എന്താണ്? നോക്കാം നമുക്ക്. ആർ ദ ഐസ് ഓഫ് അതർ ക്രീച്ചേഴ്സ് സിമിലർ ടു അവർ ഓൺ ഐസ്? നമ്മുടെ കണ്ണുകൾ പോലെ തന്നെയാണ് മറ്റ് ജീവികളുടെയും കണ്ണുകൾ? Look at the position of the eyes of the creatures in the picture. നോക്കൂ, ഈ ചിത്രത്തിലെ ജീവികളുടെ കണ്ണുകളുടെ ഈ പൊസിഷൻ നോക്കൂ. ഈ ഗോട്ടിന്റെ ആണെങ്കിലും ടൈഗറിന്റെ ആണെങ്കിലും ഹെന്നിന്റെ ആണെങ്കിലും ഒക്കെ എവിടെയാണ് കണ്ണുകള്? നമ്മളെ കണ്ണുകൾ പോലെയാണോ? എല്ലാവരും ഒരുപോലെയാണോ പൊസിഷൻ നിൽക്കുന്നത്? കണ്ണുകളുടെ പൊസിഷൻ ഒരേ പൊസിഷനിലാണോ നിൽക്കുന്നത്?
അല്ല അല്ലേ. ഹൗ ഡസ് ദ പൊസിഷൻ ഓഫ് ദ ഐസ് ഹെൽപ്പ് ദീസ് ക്രീച്ചേഴ്സ്? അപ്പോൾ എങ്ങനെയാണ് ഈ ജീവികൾ, ഈ കണ്ണിൻ്റെ ഈ സവിശേഷത എങ്ങനെയാണ് ജീവികൾക്ക് സഹായമാകുന്നത് ചോദിച്ചത്. ഈ പൊസിഷൻ ഓഫ് ദ ഐസ് എങ്ങനെയാണ് ഈ ക്രീച്ചേഴ്സിനെ സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലാസിഫൈ ക്രീച്ചേഴ്സ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ പൊസിഷൻ ഓഫ് ദെയർ ഐസ്. എന്താണ് ഈ ക്രീച്ചേഴ്സ്, ജീവികളെ അവയുടെ കണ്ണിൻ്റെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്താക്കുക, ഈ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ ദോസ് വിത്ത് ഐസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹെഡ്. എന്താ ഇവിടെ പറയുന്നത്? ആദ്യം തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ളവ ഏതൊക്കെ ജീവികളാണോ അതിവിടെ എഴുതുക. ദോസ് വിത്ത് ഐസ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ ഹെഡ്. തലയുടെ വശങ്ങളിൽ കണ്ണുള്ളവ ഏതാണോ അത് ഈ ഭാഗത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദോസ് വിത്ത് ഐസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹെഡ്, ഹെഡിൻ്റെ തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ഏതൊക്കെയാണ്? ക്യാറ്റ്, മങ്കീസ്, ഹ്യൂമൻസ്, പിന്നെന്താണ് ലയൺ, ഔൾസ്, ടൈഗർ, ഡോഗ് ഒക്കെ എന്താണ് ഹെഡിൻ്റെ മുൻവശത്താണ് അല്ലേ. ഇനി ദോസ് വിത്ത് ഐസ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ ഹെഡ്, ഹെഡിൻ്റെ തലയുടെ വശങ്ങളിൽ കണ്ണുള്ളവ ഏതൊക്കെയാണ്? റാബിറ്റ്, കൗ, ക്രോ, പീജിയൻ, പാരറ്റ്, സീബ്ര, ഡീർ, എലിഫന്റ് ഒക്കെ അല്ലേ. ആനിമൽസ് വിത്ത് ഐസ് ഓൺ ദ ഫ്രഞ്ച് of their heads are able to precisely understand the position and distance of the objects. എന്താണ് ഈ തലയുടെ അതിൻ്റെ പ്രത്യേകത നോക്കാം നമുക്ക്. തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് എന്താണ് വസ്തുവിൻ്റെ ആ പൊസിഷനും അതുപോലെ ഡിസ്റ്റൻസും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. എന്ത് ഈ ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ എന്താണ് ഹെഡിൻ്റെ മുന്നിലുള്ള കണ്ണാണ്. അതായത് തലയുടെ മുൻവശത്താണ് എന്ത് കണ്ണുകളുള്ള ജീവികൾക്ക് എന്താണ് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ, ഒരു വസ്തുവിൻ്റെ ആ പൊസിഷനും അതുപോലെ അതിൻ്റെ ഡിസ്റ്റൻസും കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. ദിസ് പെക്യുലാരിറ്റി ഓഫ് ആനിമൽസ് ലൈക്ക് ടൈഗേഴ്സ് ആൻഡ് ലയൺസ് ഹെൽപ്സ് ദം ടു ക്യാച്ച് ദെയർ പ്രേ. അപ്പം ഈ എന്താണ് അതുപോലെ ഈ ലയണും അതുപോലെ ടൈഗർ ലയണൊക്കെ എന്താണ് തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകത എന്താണ്? അവറ്റുങ്ങളുടെ ഇര പിടിക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലേ. അതുങ്ങൾ അവരുടെ പ്രേ, PREY, പ്രേ എന്ന് പറഞ്ഞാൽ എന്താ? ഇര അല്ലെ. അതുങ്ങളെ ഭക്ഷണമാണ് അല്ലേ. അത് ഇര പിടിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ. Animals with eyes on the sides of their heads are able to see both the side. This feature helps animals like deer and rabbit to escape from their predators. എന്താണ് പറയുന്നത്? ഈ തലയുടെ സൈഡിൽ കണ്ണുകളുള്ള ജീവികൾക്ക് രണ്ട് വശങ്ങളിലുമുള്ള കാഴ്ച സാധ്യമാകുന്നുണ്ട്. ഇപ്പോൾ മാന്, മുയൽ അല്ലെ, റാബിറ്റും ഡീറൊക്കെ തുടങ്ങിയ ജീവികൾക്ക് എന്താണ് പ്രെഡേറ്റേഴ്സിൽ അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ എന്താണ് ഈ പ്രത്യേകത സഹായിക്കുന്നുണ്ട് അല്ലേ. അപ്പം ഈ ദൂരത്തുള്ള സാധനം അതുപോലെ എന്താണ് അതിൻ്റെ ആ പൊസിഷനൊക്കെ മനസ്സിലാക്കാൻ എന്താണ് ഹെഡിൻ്റെ മുൻവശമുള്ള കണ്ണുള്ള ആനിമൽസിന് കഴിയുന്നു. അതുപോലെ എന്താണ് ഈ സൈഡിൽ കണ്ണുള്ള ജീവികൾക്ക് എന്താണ് കഴിയുന്നത്? എന്താണ് അവർക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനാണെന്ത് രണ്ട് വശങ്ങളിലുമുള്ള കണ്ണുകൾക്ക് ജീവികൾക്ക് രണ്ട് വശങ്ങളിലുള്ള കാഴ്ച സാധ്യമാകുന്നില്ല. അപ്പം അതിലുള്ള പ്രിഡേറ്റേഴ്സിന് ഈ റാബിറ്റിനും ഡിയറിനും ഒക്കെ എന്താക്കാൻ പറ്റും? രക്ഷപ്പെടാൻ സാധിക്കും അല്ലേ. ദെൻ ക്യാറ്റ്. എന്താണ് ക്യാറ്റിൻ്റെ നോക്കിയാൽ ക്യാറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം നമുക്ക്. ദ pupil of a cat's eye appear to constrict in the daylight and dilate to the maximum at night. This helps the cat to see even in low light. A cat's eye has a layer of specialized cells. That is the reason for the shining of their eyes at night. The eyes of many animals that hunt for prey at night have this feature. എന്താണ്? പൂച്ച അല്ലെ. ക്യാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പൂച്ച. അപ്പോൾ പൂച്ചയുടെ കണ്ണിലെ ആ പ്യൂപ്പിൾ, PUPI അല്ലെ, കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി എന്താണ് എക്സ്പാൻഡ് ചെയ്തുമാണ് കാണപ്പെടുന്നത് അല്ലെ. ഡിലൈറ്റ് അറ്റ് മാക്സിമം അറ്റ് നൈറ്റ് അല്ലെ. എന്താണ് പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി എന്താണ് പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് എന്താണ് കാഴ്ച സാധ്യമാകുന്നുണ്ട്. പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകതരം സെല്ലുകളുടെ ഒരു പാളിയുണ്ട്. അതാണെന്ത് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. രാത്രി പൂച്ചയുടെ കണ്ണൊക്കെ തിളങ്ങുന്നില്ലേ? എന്താ കാരണം? പൂച്ചയുടെ കണ്ണുകൾ ഒരു പ്രത്യേക തരം എന്താണ് സെല്ലുകളുടെ ഒരു ലെയർ തന്നെ ഉണ്ട് അല്ലെ. അതാണെന്ത് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് എന്താണ് ഈ പ്രത്യേകതയുണ്ട് അല്ലെ. രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് എന്താണ് ഈ തിളങ്ങുന്ന ഇതുണ്ട് അല്ലെ. രാത്രി കണ്ണ് തിളങ്ങും അല്ലെ. ഈ ചില ജീവികളുടെ ഒക്കെ അല്ലെ രാത്രി ഇര തേടുന്ന ജീവികളുടെ. ഓക്കെ. നെക്സ്റ്റ് ഔളാണ് കേട്ടോ.
The owl has large eyes directly at the front of its head. The owl is also able to see signs behind it by rotating its neck to the back. എന്താണ് ഔൾ? മൂങ്ങ അല്ലെ. മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത്. ചിത്രത്തിൽ കണ്ടില്ലേ? ആ മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത് അല്ലെ. കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും അല്ലെ. ഈ മൂങ്ങ ഇങ്ങനെ കഴുത്ത് മൊത്തമായിട്ട് എടുത്തിരിക്കും അല്ലെ. 360 ഡിഗ്രിയിൽ അല്ലെ, മൊത്തം റൗണ്ട് ഈ മൂങ്ങേന്റെ തല അല്ലെ. അപ്പൊ എന്താണ് ബാക്കിലുള്ള കാഴ്ച പോലും എന്താണ് ഇതിന് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ, കഴുത്ത് പുറകോട്ട് തിരിക്കുമ്പോൾ. ഓക്കെ, നമുക്കൊക്കെ പുറകോട്ട് ഇങ്ങനെ ചുറ്റാൻ കഴിയുമോ? ഇല്ലല്ലോ. നമുക്കൊന്ന് ചെരിഞ്ഞ് ഇങ്ങോട്ട് ഇതാക്കാനേ കഴിയുള്ളൂ. മാക്സിമം പോയാൽ കുറച്ചധികം അങ്ങോട്ട് പോവില്ല അല്ലേ. അങ്ങനെ പോവില്ല. ദെൻ നെക്സ്റ്റ് നോക്ക്, കെമലിയോൺ. എന്താണ് കെമലിയോൺ? മരയോന്ത് എന്ന് പറയും അല്ലേ, ഓന്ത് അല്ലേ. ദ കെമലിയോൺ ക്യാൻ simultaneously move its eyes in different directions and see around it. എന്താണ് ഈ കെമലിയോണിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിക്കിലേക്ക് അല്ലെ, വ്യത്യസ്ത ഡയറക്ഷനിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഡിഫറെന്റ് ഡയറക്ഷനിൽ അല്ലെ ഈ കെമലിയോണിന് ഒരേ സമയം കണ്ണുകളെ ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താ, അതുകൊണ്ട് ചുറ്റുമുള്ള കാഴ്ചകൾ എന്താണ് കാണാൻ ഈ കെമലിയോണിന് കഴിയും. ഓക്കെ, ദെൻ നോക്കൂ, ഐ ഡിസീസ്. ഇനി എന്താണ്? ഐ ഡിസീസ് ആണ് അല്ലെ, കണ്ണ് രോഗങ്ങൾ, നേത്ര രോഗങ്ങൾ അല്ലെ. കൺജക്റ്റിവിറ്റീസ് സ്പ്രെഡിങ്. എന്താണ്? ചെങ്കണ്ണ് പടരുന്നു എന്നുള്ളതാണ് അല്ലെ. എന്താണ്? കൺജക്റ്റിവിറ്റീസ് സ്പ്രെഡിങ്. ചെങ്കണ്ണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതിനാണ് കൺജക്റ്റിവിറ്റീസ് പറയുന്നത് കേട്ടോ. മെനി പീപ്പിൾ ഇൻ ദ സ്റ്റേറ്റ് ആർ സീക്കിംഗ് ട്രീറ്റ്മെന്റ് ഫോർ കൺജക്റ്റിവിറ്റീസ്. ദിസ് ഡിസീസ് സ്പ്രെഡ്സ് ഫാസ്റ്റ് എമംഗ് ചിൽഡ്രൻ. Care should be taken not to touch the objects used by the patient, as this is a communicable disease. Medical officer, primary health center. എന്താണ് ഇവിടെ പറയുന്നത്? മെഡിക്കൽ ഓഫീസർ എന്താണ് പ്രൈമറി ഹെൽത്ത് സെന്ററിലുള്ള ഒരു ഇതാണ് അല്ലേ. എന്താ പറയുന്നത്? നമ്മളെ സ്റ്റേറ്റിൽ ഈ കൺജക്റ്റിവിറ്റീസ്, അതായത് ചെങ്കണ്ണ് ബാധിച്ച് ഒട്ടേറെ പേര് എന്താണ് ചികിത്സ തേടുന്നുണ്ട് അല്ലെ. കുട്ടികൾക്കിടയിലാണ് ഈ രോഗം വേഗത്തിൽ പടരുന്നത്. സമ്പർക്കത്തിലൂടെ പകരുന്ന, അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെ. അപ്പൊ എന്താ, ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത് എന്താണ്? കുട്ടികളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ എന്താണ്, രോഗി ഉപയോഗിച്ച വസ്തുക്കൾ എന്താണ് നമ്മൾ ടച്ച് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. രോഗി ഇപ്പോൾ ഉപയോഗിച്ചപ്പോൾ ചെങ്കണ്ണുള്ള ഒരു കുട്ടി ഉപയോഗിച്ച വസ്തു നമ്മൾ എന്താ തൊടരുത് അല്ലേ. അങ്ങനെ തൊട്ടാൽ എന്താണ്, നമുക്കും അസുഖം വരും. ഓക്കെ, അപ്പം അങ്ങനെ തൊടരുത് എന്നാണ്. ഈ ചെങ്കണ്ണ് ബാധിച്ച ഒരു കുട്ടി ഉപയോഗിച്ച സാധനം നമ്മൾ തൊടാൻ പാടില്ല. ഓക്കെ, ഹാവ് യു സീൻ ദ നോട്ടീസ് ഇഷ്യൂഡ് ബൈ ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്? ആരോഗ്യ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസ് ശ്രദ്ധിച്ചല്ലോ. വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് കൺജക്റ്റിവിറ്റീസ്? എന്താണ് ചെങ്കണ്ണിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഈ കൺജക്റ്റിവിറ്റീസിന്റെ സിംറ്റംസ് ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? പെയിൻ ഇൻ ദ ഐ അല്ലെ. എന്താണ്, കണ്ണിൽ വേദന അനുഭവപ്പെടുന്നുണ്ട് അല്ലെ. പിന്നെന്താണ്, റെഡ്നെസ് ഇൻ ദ ഐസ് അല്ലെ, കണ്ണിൽ ചുവപ്പ് അല്ലെ. പിന്നെ ഇറിറ്റേഷൻ, ഇച്ചിങ്, പിന്നെ എന്താണ് ചൊറിച്ചിലൊക്കെ വരുന്നുണ്ട് അല്ലെ. ദെൻ വാട്ട് അതർ ഐ ഡിസീസ് ഡു യു നോ? ഇനി നിങ്ങൾക്ക് കണ്ണിനെ ബാധിക്കുന്ന മറ്റെന്തെല്ലാം അസുഖങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും? നിങ്ങൾക്കറിയാമെന്നാ ചോദിച്ചിരിക്കുന്നത്. കണ്ണിനെ കുറിച്ച്, അതായത് കണ്ണിനെ ബാധിക്കുന്ന മറ്റെന്തെല്ലാം അസുഖങ്ങൾക്കാണ് നിങ്ങൾക്കറിയുന്നത്? എന്താണ് നമ്മളെ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ കാറ്ററാക്ട് അല്ലേ. എന്താണ് തിമിരം എന്ന് പറയും. കളർ ബ്ലൈൻഡ്നെസ്, എന്താണ് കളറിന് ഒരു മങ്ങലൊക്കെ വരുന്നത് അല്ലേ. അതാണ് എന്താണ് ഒരു കാഴ്ചക്കുറവും ഇതൊക്കെ വരുന്നത് അല്ലേ. പിന്നെ എന്തൊക്കെ അറിയാന്നുള്ളത് നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത എന്താന്ന് നോക്കിയേ, ലുക്ക് അറ്റ് ദ പിക്ചർ ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട് അല്ലേ. എന്താണ് ഇവിടെ ഒരു കുട്ടിയുണ്ട്, അമ്മ ഉണ്ട് അല്ലേ. എന്താണ് ഇവിടെ കാഴ്ച പരിശോധിക്കുകയാണ് അല്ലേ. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്താണ് ഇങ്ങനെ കാഴ്ച പരിശോധിക്കാൻ നിങ്ങൾ പോയിട്ടുണ്ടോ? ചിലർ പോയിട്ടുണ്ടാവില്ല, ചിലർ പോയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നോക്കൂ, ഹാവ് യു സീൻ ദ ചാർട്ട്സ് യൂസ്ഡ് ഫോർ വിഷൻ ടെസ്റ്റ്? ഈ കാഴ്ച പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഇത്തരം ചാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിലൊക്കെ പോയാൽ നിങ്ങൾ കാണാൻ കഴിയും. കളക്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദം. എന്താണ് ഇതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്നെല്ലൻ ചാർട്ട് എന്നാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ? ദർ ആർ ലെറ്റേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ഇൻ ദ ചാർട്ട് കോമൺലി യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഐസൈറ്റ്. ഇതെന്താണ് ഇവിടെ പറയുന്നത്? കാഴ്ച പരിശോധിക്കാൻ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്ന ഈ ചാർട്ടിൽ പല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളാണല്ലോ അല്ലേ. നമുക്കന്നെ അറിയാൻ കഴിയും അല്ലേ. പല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളാണ് ഈ ചാർട്ടിൽ ഉണ്ടാവുക. ദ ലെറ്റേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ such a way that the size decreases from top to bottom. This was developed by Dutch ophthalmologist Herman Snellen in 1862 അല്ലേ.
എന്താണ് ഇവിടെ പറയുന്നത്, മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് എന്ത് ഈ ലെറ്റേഴ്സൊക്കെ എന്താണ് അടുക്കി വെച്ചിരിക്കുന്നത് അല്ലെ, ക്രമീകരിച്ചിരിക്കുന്നത്, ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്താണ് സ്മോളസ്റ്റ് ആയി വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് എന്ത് ഈ ലെറ്റേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. ഇത് ആരാണ് 1862 ഡച്ച് ഓഫ്താൾമോളജിസ്റ്റ് ആയിട്ടുള്ള ഹെർമൻ സ്നെല്ലാണ് ഇത് തയ്യാറാക്കിയത് അല്ലേ. ഓഫ്താൾമോളജിസ്റ്റ് പറഞ്ഞാൽ എന്താ, കണ്ണ് നോക്കുന്ന ആൾ, കണ്ണ് പരിശോധിക്കുന്ന ആളല്ലേ, അതായത് ഒരു കണ്ണ് നേത്രരോഗ വിദഗ്ധൻ എന്നൊക്കെ പറയും. അതിനാണ് ഓഫ്താൾമോളജിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദ വിഷ്വലി ചാലഞ്ച്ഡ്, ഇനി എന്താണ് കാഴ്ചക്ക് വെല്ലുവിളി നേരിടുന്നവർ. ഹൗ ഡു വിഷ്വലി ചാലഞ്ച്ഡ് ഇൻഡിവിജ്വൽസ് അണ്ടർസ്റ്റാൻഡ് ദെയർ സറൗണ്ടിങ്സ്. ഈ കാഴ്ചക്ക് വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾ എങ്ങനെയാണ് ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നത്? അതായത് കാഴ്ച കുറഞ്ഞു വരുന്ന, അതായത് കാഴ്ച ഇല്ലാത്ത ആൾക്കാർക്ക് അല്ലേ, അവരെങ്ങനെയാണ് ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നത്? എക്സാമിൻ ദ ഡിഫറെൻറ്റ് കറൻസി നോട്ട്സ്. വ്യത്യസ്ത കറൻസി നോട്ടുകളൊന്ന് പരിശോധിക്കൂ. ഇൻ വാട്ട് വേസ് ഡു ദേ ഡിഫർ. അപ്പോൾ ഇത് അവ എങ്ങനെയെല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ട് ഈ കറൻസി നോട്ട്, അതായത് രൂപ ഉണ്ടല്ലോ, പൈസ, അത്. വിച്ച് ഫീച്ചേഴ്സ് ഹെൽപ്പ് ദ വിഷ്വലി ചാലഞ്ച് ഇൻഡിവിജ്വൽസ് ടു റെക്കഗ്നൈസ് ദ കറൻസി നോട്ട്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട്. എന്താണ് ഇവയിലെ ഏതെല്ലാം സവിശേഷതകളാണ് ഈ നോട്ട് തിരിച്ചറിയാൻ വായിച്ച വെല്ലുവിളി നേടുന്നവരെ സഹായിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണത് നോക്കൂ. ചില നോട്ടിൽ എന്താണ്, ഇപ്പം 20 രൂപേൻ്റെ നോട്ടിൽ ഇതാ ഈ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ടച്ച് ചെയ്താൽ, അതായത് കാഴ്ച ഇത് നഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്താണ്, അത് കാഴ്ച ഇല്ലാത്ത ആൾക്കാർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ നോട്ടിൻ്റെ സൈഡിലായിട്ട് ഇതാ ഓരോ ഷേപ്പിലായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് തിരിച്ചറിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എഴുതുക? In Indian rupee notes, there are engraved markings on the sides of the note which help blind people to identify notes. ഇന്ത്യൻ റുപ്പി നോട്ടിൽ എന്താണ്, അതിലൊരു എൻഗ്രേവ്ഡ് മാർക്കിങ്സ് ആണ്. നിങ്ങളങ്ങനെ ഇപ്പോൾ പൈസ ഉണ്ടെങ്കിൽ നോക്കുക, കയ്യിൽ അതങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. എല്ലാ പൈസ പോലും അങ്ങനെ ഉണ്ടാവും അല്ലേ. അതിലെന്താണ് ഒരു എൻഗ്രേവ്ഡ് മാർക്കിങ്സ് ഉണ്ടാവും നോട്ടിൻ്റെ സൈഡ്സ് ഓഫ് ദ നോട്ട് വിച്ച് ഹെൽപ്പ് ബ്ലൈൻഡ് പീപ്പിൾ ടു ഐഡൻറ്റിഫൈ ദ നോട്ട്സ്. അതാണ് എന്ത് ഈ ബ്ലൈൻഡ് പീപ്പിളിനെ ഈ നോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നത്. ബ്ലൈൻഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്ത ആൾക്കാർ അല്ലേ, അവരെ സഹായിക്കുന്നത് അതാണ്. നെക്സ്റ്റ് നോക്കൂ, ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ പിക്ചർ നോക്കൂ, ഈ ചിത്രങ്ങൾ നോക്കുക കേട്ടോ. 626160 അല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കുത്തൊക്കെ കണ്ടോ നിങ്ങൾ? അതിൽ കാണുന്നുണ്ടോ ഈ കുത്ത്? അപ്പോൾ സീറ്റ് നമ്പർ ഇൻ എ ട്രെയിൻ. ഇതെന്താണ്, ഇത് ട്രെയിനിലൊക്കെ ഉള്ള സീറ്റ് നമ്പറാണ് കേട്ടോ. അപ്പം ആ കുത്ത് കണ്ടത് തടിപ്പൊക്കെ, അപ്പോൾ അവർക്ക് തൊട്ടാൽ അവർക്ക് മനസ്സിലാവും ഏത് നമ്പറാന്നൊക്കെ. അവർക്ക് അവരുടേതായിട്ടുള്ള നമ്പർ ഉണ്ട് അല്ലേ. ഇനി നോക്കൂ, ടൈൽ ഓൺ ദ ഫുട് പാത്ത്. ഇനി എന്താണ് ഫുട് പാത്തിലെ ടൈല് ഒരു ഇതുണ്ടാവും അല്ലേ, എന്താണ് സ്മൂത്ത് ആയിരിക്കില്ല. അത് എന്തിനാണ് ഈ ബ്ലൈൻഡ് പീപ്പിളിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് യു ഒബ്സർവ്ഡ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഇവയുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അതുപോലെ എന്താണ് ഹൗ ഡു ദ ബെനിഫിറ്റ് വിഷ്വലി ചാലഞ്ച്ഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഈ വിഷ്വലി ആയിട്ട് ചാലഞ്ച് ചെയ്തുള്ള ഇൻഡിവിജ്വൽസിന് അവർ നേരിടുന്നവർ ഇവ എങ്ങനെയാണ് ഗുണകരമാകുന്നതെന്ന് വെച്ചാൽ അല്ലേ, കാഴ്ച വെല്ലുവിളി, അതായത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെയാണ് ഗുണകരമാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ വിച്ച് ഫീച്ചേഴ്സ് ഓഫ് ദ ഡിവൈസസ് ലൈക്ക് മൊബൈൽ ഫോൺ, വാച്ചസ്, കമ്പ്യൂട്ടേഴ്സ് എക്സെട്ര ഹെൽപ്പ് ദം. ഇവരെ സഹായിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ മൊബൈൽ ഫോണ്, വാച്ച്, കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങളിൽ ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കാഴ്ച ഇല്ലാത്ത ആൾക്കാരെ സഹായിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ എന്താണ് ഓരോന്നും നിലവിൽ വരികയാണ് അല്ലേ. ഓക്കെ, അപ്പം നോക്കൂ ഇവിടെ വിച്ച് ഫീച്ചേഴ്സ് ഓഫ് ദ ഡിവൈസ് ലൈക്ക് മൊബൈൽ ഫോൺ, വാച്ചസ്, കമ്പ്യൂട്ടേഴ്സ് എക്സെട്ര ഹെൽപ്പ് ദം. എന്താണ് ഇവരെ സഹായിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതകളാണ് ഓരോ ഇതിലുണ്ടാവും അല്ലേ. മൊബൈൽ ഫോൺ ആണെങ്കിലും വാച്ച് ആണെങ്കിലും കമ്പ്യൂട്ടറിലെ ഇങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ എന്താണ് ഇവരെ സഹായിക്കുന്നതിനുള്ള ഒരുപാട് പ്രത്യേകതകൾ പ്രത്യേകതകൾ ഉള്ളതായിരിക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും അല്ലേ. വാട്ട് ആർ ദ അതർ സിസ്റ്റംസ് ടു ഹെൽപ്പ് ദം. പിന്നെന്താണ് ഇവർക്ക് സഹായകമായ മറ്റെന്തെല്ലാം സംവിധാനങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നോക്കൂ, ഇതിലൊക്കെ എന്താ അവർക്ക് ടച്ചിങ്ങിന് പ്രശ്നം ഉണ്ടാവില്ല അല്ലെ, അവർക്ക് കാഴ്ചക്കാണ് പ്രശ്നം. അപ്പോൾ അവരെ ടച്ച് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെയൊക്കെ എന്താണ് ഒരു ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഒരു സ്മൂത്ത് ആയിരിക്കില്ല. എന്താ അവരുടേതായിട്ടുള്ള ഒരു ഭാഷയും ലിപികളും ഇതൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ഒരു സ്മൂത്ത് അല്ലാത്ത രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളത് ഓരോരുത്തരും ഉണ്ടാക്കൂല, ഓരോ കമ്പനിയും ഉണ്ടാക്കും. വാട്ട് ആർ ദ അതർ സിസ്റ്റംസ് ടു ഹെൽപ്പ് ദം. നോക്കൂ, അവരെ സഹായിക്കുന്ന വേറെ സിസ്റ്റംസ് എന്തൊക്കെയാന്ന് നോക്കിയേ. ഇത് കണ്ടോ, The smart cane and the digital braille slate are examples for the changes
ഇൻ ദിസ് സിസ്റ്റം ഡ്യൂ ടു ദ ഡെവലപ്മെന്റ്സ് ഇൻ ദ ടെക്നോളജി. എന്താ ഇവിടെ പറയുന്നത്? ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള വളർച്ച ഇവയിൽ വരുത്തിയ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് അല്ലെ സ്മാർട്ട് കെയിനും അതുപോലെ എന്താണ് ഡിജിറ്റൽ ബ്രെയിൻ സ്ട്രേറ്റും ഒക്കെ. ഈ ഉപകരണങ്ങളുടെ സവിശേഷതകളെ കുറിച്ച് എന്താണ് നിങ്ങൾ കൂടുതൽ എന്താണ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രെയിലി സ്ലേറ്റും ഡിജിറ്റൽ ബ്രെയിലി സ്ലേറ്റ് ഉണ്ട്. പിന്നെ സ്മാർട്ട് കെയിൻ അല്ലേ ഇവർ ഉപയോഗിക്കുന്നതാണ്, ബ്ലൈൻഡ് ഉള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ഈ സ്മാർട്ട് കെയിൻ അല്ലേ. പിന്നെ ഈ ഡിജിറ്റൽ ബ്രെയിലി സ്ലേറ്റും അതൊക്കെ കേട്ടോ. ദെൻ സ്മാർട്ട് കെയിൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം നമുക്ക്. ടു ഫൈൻഡ് ദ വേ. എന്തിനാണ് ഈ സ്മാർട്ട് കെയിൻ ഇവർക്ക്? വഴി കണ്ടെത്താൻ അല്ലേ. ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ദ വേ മോർ ഈസിലി. എന്താ കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ സഹായിക്കുന്നു. ടു ലൊക്കേറ്റ് ഒബ്സ്റ്റക്കിൾ. ഈ കണ്ണ് കാണാത്ത ആൾക്കാരുടെ കയ്യിൽ നിങ്ങൾ ആ വഴി കണ്ടിട്ടുണ്ടാവും അല്ലേ. ടു ലൊക്കേറ്റ് ഒബ്സ്റ്റക്കിൾ. പിന്നെന്താണ് തടസ്സം കണ്ടെത്താൻ. അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ലൊക്കേറ്റ് ഒബ്സ്റ്റക്കിൾ ഇൻ റിയൽ ടൈം. എന്താണ് അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് തത്സമയം എന്താണ് ഈ തടസ്സങ്ങളൊക്കെ കണ്ടെത്താനാകും. കണക്ടിവിറ്റി. എന്താണ് കണക്ടിവിറ്റി? സ്മാർട്ട് കെയിൻസ് ക്യാൻ ബി കണക്റ്റഡ് ത്രൂ ദ ബ്ലൂടൂത്ത് ടു സ്മാർട്ട് ഫോൺസ് ഓർ അതർ ഡിവൈസസ്. സ്മാർട്ട് കെയിനുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്കും മറ്റു ഉപകരണങ്ങളിലേക്കും കണക്ട് ചെയ്യാനാകും. ദെൻ ടു ഐഡന്റിഫൈ ഫാൾസ്. എന്താണ് വീഴ്ച കണ്ടെത്താൻ. It passes information to the concerned if there is a fall and the individual is unable to get up. എന്താണ് ഇവിടെ പറയുന്നത്? സ്മാർട്ട് കെയിനുകൾ കണക്ട് ചെയ്യല്ലേ. പിന്നെ വീഴ്ച കണ്ടെത്താൻ എന്താണ്? താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ എന്താണ് ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ കഴിയും ഈ സ്മാർട്ട് കെയിൻ വഴി അല്ലേ. ഇനി കസ്റ്റമൈസേഷൻ. അഡ്ജസ്റ്റബിൾ ഹൈറ്റ്, ഡിഫറെൻറ്റ് ഹാൻഡിൽ ഗ്രിപ്സ്, ഡിഫറെൻറ്റ് സെൻസറി ഫീഡ്ബാക്ക് അറേഞ്ച്മെന്റ്. എന്താ ഈ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്? എന്താണ് ക്രമീകരിക്കാവുന്ന ഒരു ഉയരാണ് അല്ലേ. അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും ആ ഹൈറ്റ്. വ്യത്യസ്ത ഹാൻഡിൽസ് ഗ്രിപ്പ് ഉണ്ട്. പിന്നെ വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങളൊക്കെ എന്താണ് ഈ കെയിൻ ഉണ്ട് അല്ലേ. പിന്നെ അടുത്തത് ഡാറ്റ കളക്ഷൻ. എന്താണ് ഈ ഡാറ്റ കളക്ഷൻ? എന്താണ് ദേ ക്യാൻ കളക്ട് ഇൻഫോർമേഷൻ അബൌട്ട് ഡിസ്റ്റൻസ് ട്രാവൽഡ്, വാക്കിംഗ് സ്പീഡ്, ഒബ്സ്റ്റക്കിൾസ് ഫേസ്ഡ് എക്സെട്ര. എന്താണ് യാത്ര ചെയ്ത ദൂരം, പിന്നെ നടത്തത്തിൻ്റെ വേഗത, നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവയൊക്കെ എന്താണ് കളക്ട് ചെയ്യാൻ ഇവയ്ക്ക് കഴിയും. എന്തിന്? ഈ സ്മാർട്ട് കെയിൻ അല്ലേ. ഓക്കെ. സി പിക്ചേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്സ് ബ്രോച്ചർ. എന്താണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ചിത്രങ്ങളും നിർദ്ദേശങ്ങളും നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ടേക്ക് കെയർ, സീ ഫോർ എ ലോങ് ടൈം അല്ലേ. അപ്പൊ എന്താണ് സൂക്ഷിച്ചാൽ മതി, എന്താണ് ദീർഘനാൾ കാണാം. കണ്ടോ ഇതിലേതാ ശരി? ഈ കുട്ടി കൈയൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ് അല്ലേ. ദെൻ അടുത്തത് നോക്കൂ. ഈ ലൈറ്റൊക്കെ ഇടണം അല്ലേ. നമ്മൾ TV കാണുകയാണെങ്കിൽ ഒക്കെ കാഴ്ചക്ക് നല്ലതാണ് അല്ലേ. അതുപോലെ കണ്ണെന്താണ് തിരുമ്പരുത് അല്ലേ. കൈ കഴുകിയിട്ട് എന്താണ് മുഖം കഴുകുക, കണ്ണൊക്കെ തണുത്ത വെള്ളത്തിനോട് കഴുകുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ. പിന്നെന്താണ് ലൈറ്റ് ഇടുമ്പം ലൈറ്റ് ഇട്ടുകൊണ്ട് എന്താണ് TV സ്ക്രീനുകളൊക്കെ കാണുക. ലൈറ്റ് ഓഫ് ആക്കിക്കൊണ്ട് TV അങ്ങനത്തെ കണ്ടാൽ എന്താ നമ്മളെ കണ്ണിന് കേട് വരും അല്ലേ. ഡു നോട്ട് റബ് ദ ഐസ്. എന്താണ് കണ്ണ് തിരുമാൻ പാടില്ല അല്ലേ. കണ്ണ് തിരുമ്പരുത്. ഡു നോട്ട് ടച്ച് ഇൻസൈഡ് ദ ഐ. അതുപോലെ എന്താണ് ഈ കണ്ണിൻ്റെ ഉള്ളിൽ തൊടരുത്. ഡു നോട്ട് വാച്ച് ടെലിവിഷൻ ഇൻ ഡിം ലൈറ്റ്. എന്താണ് മങ്ങിയ വെളിച്ചത്തിൽ എന്താണ് TV കാണരുത്. പിന്നെന്താണ് ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, ടെലിവിഷൻസ് എക്സെട്ര ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. എന്താണ് കുറേ നേരം എന്താക്കുക മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, TV ഒക്കെ കാണാൻ പാടില്ല. ഡു നോട്ട് യൂസ് ദ ഹാൻഡ് കർച്ചീഫ് യൂസ്ഡ് ബൈ അതേഴ്സ്. പിന്നെ അതുപോലെ വേറെ ആൾക്കാർ ഉപയോഗിച്ച ഹാൻഡ് കർച്ചീഫ് നിങ്ങൾ യൂസ് ചെയ്യരുത്. ഇനി റീഡ് ഇൻ എ വെൽ ലിറ്റ് പ്ലേസ്. പിന്നെന്താ പറയുന്നത്? റീഡ് ഇൻ എ വെൽ ലിറ്റ് പ്ലേസ്. എന്താണ് ഇവിടെ പറയുന്നത് നോക്കൂ. ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് വായിക്കുക അല്ലേ. പിന്നെന്താണ് ഗെറ്റ് ദ ഐസ് ടെസ്റ്റഡ് പീരിയോഡിക്കലി. എന്താണ് കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ എന്താ ഇടയ്ക്കിടെ കാഴ്ച പരിശോധന നടത്തുക അല്ലേ. പിന്നെ ഇൻക്ലൂഡ് ഫ്രൂട്ട്സ്, ലീഫി ആൻഡ് അതർ വെജിറ്റബിൾസ് ഇൻ ദ ഡയറ്റ്. ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുകയാണ് വേണ്ടത്. ഓക്കെ. ഫ്രൂട്ട്സും ലീഫി വെജിറ്റബിൾസും ഒക്കെ കഴിക്കണം. ഡു യു ഫോളോ ദീസ് ഇൻസ്ട്രക്ഷൻ. നിങ്ങൾ ഈ ഇൻസ്ട്രക്ഷൻസ് ഈ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ പാലിക്കുന്നുണ്ടോ? വാട്ട് ഹെൽത്ത് ഹാബിറ്റ് ഷുഡ് യു ഫോളോ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ ഐസ്. അപ്പോൾ എന്താണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് നാം പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ എന്താക്കുക നിങ്ങളുടെ സയൻസ് ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ. ഇനി അടുത്ത എന്താണ് ഇപ്പം ഐസിനെ കുറിച്ച് നമ്മൾ കേട്ടു അല്ലേ. ഇനി അടുത്ത ഹിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. എന്താണ് കേൾവിയും മനസ്സിലാക്കില്ല കേട്ടറിഞ്ഞ്.
കുട്ടികൾ കളിക്കുന്നത് കണ്ടുപൊത്തിക്കളിയാണ് അല്ലേ. അപ്പോൾ കുട്ടികൾ ഇവിടെ ഒച്ച ഉണ്ടാക്കുമ്പോൾ എന്താണ്, കുട്ടി ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നടക്കും അല്ലേ. അപ്പോൾ നമുക്ക് കേൾവി എന്താണ്, ഹിയറിംഗ് ആണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ. നോക്കൂ, ഹൗ ഡസ് ദ ബ്ലൈൻഡ് ഫോൾഡഡ് child in the picture understand the position of her friends? We are able to understand our surroundings clearly when hearing combines with sight. എന്താണ്, ചിത്രത്തിൽ കണ്ണ് കെട്ടിയ കുട്ടി എങ്ങനെയാവും ചുറ്റുമുള്ള കൂട്ടുകാരുടെ സ്ഥാനം മനസ്സിലാക്കുന്നത്? മറ്റൊരു സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും അല്ലേ. കാഴ്ചയോടൊപ്പം കേൾവിയും ചേരുമ്പോഴല്ലേ നമുക്ക് ചുറ്റുപാടിനെ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ. കാഴ്ചയും കേൾവിയും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ചുറ്റുപാടിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ അല്ലേ. കേൾക്കാൻ സഹായിക്കുന്ന എന്താണ്, സെൻസ് ഓർഗൻ ആണ് എന്ത്, ഇയർ അല്ലേ. ആ ചെവി സംരക്ഷിക്കുന്നതിന് എന്താണ്, നമ്മൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നുണ്ടോ? ഡു വി ഗീവ് ഇനഫ് കെയർ ടു പ്രൊട്ടക്ട് ദ ഇയർ, ദ ഓർഗൻ ദാറ്റ് helps us to hear? What should we do in this situation? അപ്പോൾ നമുക്ക് കേൾക്കാൻ സഹായിക്കുന്ന ഈ ചെവി സംരക്ഷിക്കുന്നതിന് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നുണ്ടോ എന്നാണ് ചോദിക്കുക. അപ്പം ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്ന ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, മൈ ഇയർ ഈസ് ഏക്കിങ്, അയ്യോ ചെവി വേദനിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ലെറ്റ്സ് ഗോ ആൻഡ് കൺസൾട്ട് ദ ഡോക്ടർ. അപ്പോൾ അമ്മ പറയുന്നത് എന്താ, ഡോക്ടറെ കാണാന്ന് പറഞ്ഞില്ലേ. ഹീറ്റ് സം ഓയിൽ ആൻഡ് പോർ ഇറ്റ് ഇൻ ടു ദ ഇയർ. അപ്പോൾ എന്താ അവിടുന്ന് വല്യച്ഛൻ പറയുന്നത്, കുറച്ച് എണ്ണ ചൂടാക്കി ഒഴിച്ചോളൂ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇസ് എ ഗ്രാൻഡ് ഫാദേഴ്സ് അഡ്വൈസ് കറക്റ്റ്? ഈ മുത്തശ്ശൻ നിർദ്ദേശിച്ചത് ശരിയായ പരിഹാരമാണോ? ചൂടുള്ള വെളിച്ചെണ്ണ എണ്ണ ചൂടാക്കിയിട്ട് ഒഴിക്കാനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നത് ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഷുഡ് വി ഡു ഇൻ സിച്ച് സിറ്റുവേഷൻ? ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡോണ്ട് ഫോളോ ട്രീറ്റ്മെന്റ് മെത്തേഡ് വിത്തൗട്ട് സയന്റിഫിക് ബേസിസ് അല്ലേ. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞത് സയന്റിഫിക് മെത്തേഡ് ആണോ നമുക്കറിയില്ല അല്ലേ. അപ്പോൾ എന്താണ്, സയന്റിഫിക് മെത്തേഡ് അല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ എന്താക്കരുത്, ചെവിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് ശരിക്കും നമ്മളെ ചെവി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രാധാന്യപ്പെട്ടതാണ് ഈ ചെവി അല്ലേ. അപ്പോൾ ഈ ചെവിനെ നമ്മൾ സംരക്ഷിക്കേണ്ട, ചെവിയാണെങ്കിലും കണ്ണാണെങ്കിലും നമുക്കത് സംരക്ഷിക്കേണ്ട എന്താണ്, നമ്മളെ ബാധ്യതയാണ് അല്ലേ. അപ്പോൾ എന്താണ്, നമ്മൾ കൃത്യമായി ഡോക്ടറുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്താക്കാൻ പാടുള്ളൂ, ചെവിയാണെങ്കിലും കണ്ണാണെങ്കിലും അതിനെ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായത്തിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം എന്താണ്, നേരിട്ടും ഡോണ്ട് ഫോളോ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് വിതൗട്ട് സയന്റിഫിക് ബേസിസ് വെൻ വി ക്യാൻ ആക്സസ് ദ സർവീസ് ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഡയറക്ട്ലി ഓർ ഓവർ ഫോൺ. Use medicines in the ear only according to the instruction of the healthcare professionals. Self-treatment is dangerous. This can even lead to loss of hearing. Did you know that water getting inside the ear can cause injury or infection to the ear? This may lead to earache and even loss of hearing. അല്ലേ. അപ്പം നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ഓരോന്നും ചെയ്താൽ ഉണ്ടാവും നമ്മളെ ചെവിൻ്റെ എന്താണ് കേൾവി നഷ്ടപ്പെടും അല്ലേ. പിന്നെ നമുക്ക് തിരിച്ചു കിട്ടൂല, പിന്നെ എന്താണ് അതിലേറെ ബുദ്ധിമുട്ടാവും അല്ലേ. അപ്പം എന്താക്കുക, നിങ്ങൾ ഒന്നെങ്കിലും ഡോക്ടറോട് വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് കൺസൾട്ട് ചെയ്യണം. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നേരിട്ടും ഫോൺ വഴിയും എന്താണ് ഡോക്ടറുടെ സേവനം എല്ലായിടത്തും, ആരോഗ്യ വിദഗ്ധരുടെ സേവനം എന്താണ് എല്ലായിടത്തും ലഭ്യമാക്കുന്ന ഇക്കാലത്ത് എന്താണ് ശാസ്ത്രീയ അടിത്തറയില്ലാതെ ചികിത്സാ രീതികൾ പിന്തുടരരുത് അല്ലേ. ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ, ചെവിയിൽ മരുന്നുകൾ ഉപയോഗിക്കാവൂ. സ്വയം ചികിത്സ എന്താണ് ഡേഞ്ചറസ് ആണ് അല്ലേ. കേൾവി ശക്തി നഷ്ടപ്പെടാൻ പോലും ഇത് കാരണമാകും. ചെവിക്കുള്ളിൽ വെള്ളം കയറുന്നത് ചെവിയിൽ അണുബാധ ഉണ്ടാകുമെന്നറിയാമോ? ചെവിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയ എന്താണ് അവിടെ അണുബാധ ഉണ്ടാകും അല്ലേ. ഇത് ചെവി വേദനക്കും ചിലപ്പോൾ കേൾവിക്കുറവിനും കാരണമായേക്കാം. വാട്ട് ഷുഡ് വി ബി കെയർഫുൾ അബൌട്ട് ടു അവോയ്ഡ് സച്ച് പ്രോബ്ലംസ്? ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഡോണ്ട് പുട്ട് എനി ഒബ്ജക്ട് സച്ച് ആസ് പെൻസിൽസ്, പെൻ, മാച്ച് സ്റ്റിക്, സേഫ്റ്റി പിൻ എക്സെട്ര ഇൻ ടു ദ ഇയർ. എന്താണ്, പെൻസിൽ, പേന, തീപ്പെട്ടിക്കൊള്ളി, സേഫ്റ്റി പിൻ തുടങ്ങിയ ഒരു വസ്തു എന്താണ് നമ്മുടെ ഇയറിൽ ഇടരുതില്ല, ചെവിയിൽ ഇടാൻ പാടില്ല. പിന്നെന്തൊക്കെയാ, അവോയ്ഡ് എക്സ്പോഷർ ടു ലൗഡ് നോയ്സ്. പിന്നെന്താണ്, ലൗഡ് നോയ്സിൽ എന്താക്കാണ് നമ്മൾ എപ്പോഴും വിട്ടു നിൽക്കണം അല്ലേ. സ്റ്റോപ്പ് യൂസിങ് കോട്ടൺ സ്വാബ്സ്. എന്താ ചെവിയിൽ ഒരു സാധനം എന്താ കോട്ടൻ്റെ അതോ അതുപോലെ ഇപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഒരു കോട്ടൺ ഇതില്ലേ, അതൊന്നും ശരിക്കും നമ്മൾ എന്താക്കിയത് ചെവിയിലിട്ട് തിരിക്കാനൊന്നും പാടില്ല. അമ്മയും അച്ഛനും ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എന്താ ശ്രദ്ധയോടുകൂടി അവർ ക്ലീൻ ചെയ്തോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോവുക അല്ലേ. കീപ് യുവർ ഇയേഴ്സ് ഡ്രൈ. നിങ്ങളൊക്കെ ചെവി എപ്പോഴും എന്താണ് ഡ്രൈ ആയിട്ട് തന്നെ വെക്കണം, വെള്ളവും ഇതൊന്നും ആവാതെ ശ്രദ്ധിക്കുക അല്ലേ. ദെൻ ചെവിൻ്റെ ഉള്ളിൽ വെള്ളം കയറാതെ ശ്രദ്ധിക്കുക. ഈ നെക്സ്റ്റ് എന്താണ്, ഹിയറിംഗ് എയ്ഡ്സ് ആണ് അല്ലേ.
എന്താണ് ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ചെവിനെ സഹായിക്കുന്ന ഈ ശ്രവണ സഹായികൾ എന്ന് പറയും അല്ലേ, നമുക്ക് സൗണ്ട് കേൾക്കാത്ത, അതായത് കേൾവി ശക്തി ഇല്ലാത്ത ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് അല്ലേ. ലോസ് ഓഫ് ഹിയറിംഗ് ഒക്കേഴ്സ് ഡ്യൂ ടു മെനി റീസൺ അല്ലേ, പല കാരണങ്ങളാലും എന്ത് കേൾവിക്കുറവ് ഉണ്ടാവാറുണ്ട് അല്ലേ. ഹിയറിംഗ് എയ്ഡ്സ് ആർ ഡിവൈസസ് ടു സോൾവ് ദിസ് പ്രോബ്ലം, ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് എന്ത് ഈ ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത് അല്ലേ. പല കാരണങ്ങളും കേൾവിക്കുറവ് ഉണ്ടാകാറുണ്ട് അല്ലേ, ഇത് പരിഹരിക്കാനുള്ള ഉപകരണമാണ് എന്ത് ഈ ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത്. എ വൈഡ് വെറൈറ്റി ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് ആർ അവൈലബിൾ നൗ വിത്ത് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ടു ഇൻക്രീസ് സൗണ്ട് വോളിയം ആൻഡ് ക്ലാരിറ്റി. എന്താണ് ഇവിടെ പറയുന്നത്, ശബ്ദത്തിന്റെ ഉച്ചത കൂടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധ തരം എന്താണ് ഹിയറിംഗ് എയ്ഡ്സ് എന്താണ് ഇന്ന് ലഭ്യമാണ് അല്ലേ. അടുത്ത് നോക്കൂ, കോക്ലിയർ ഇംപ്ലാന്റ് സർജറി. എന്താ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി അല്ലേ. കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ഇസ് എ സർജറി ടു കറക്റ്റ് congenital hearing loss. This is a surgery to transplant the cochlea inside the ear. എന്താണ് ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണെന്ത് ഈ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി അല്ലേ. പിന്നെന്താണ് ഈ ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റി വെക്കുന്ന ഒരു സർജറിയാണ് ഇത് അല്ലേ, കോക്ലിയ ഇൻസൈഡ് ദ ഇയർ അല്ലേ. ഇയറിന്റെ ഉള്ളിലുള്ള കോക്ലിയർ ട്രാൻസ്പ്ലാന്റ് ഇത് മാറ്റി വെക്കുന്ന ഒരു സർജറിയാണ് എന്ത് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കൂ, റെക്കഗ്നൈസിങ് ദ സ്മെൽ. അടുത്ത എന്താണ് മണം അറിയാം, സ്മെല്ല് അറിയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഈ ഐസ് പഠിച്ചു, ഇപ്പൊ ഇയറും പഠിച്ചു അല്ലേ, ഇയറും പഠിച്ചു അല്ലേ. ഇതെന്താണ് റെക്കഗ്നൈസിങ് ദ സ്മെൽ, എന്താണ് മണം അറിയാം. എന്താണ് നമ്മളിങ്ങനെ മണക്കുക, മണം എവിടുന്നാണ്. ഇപ്പൊ അമ്മ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുക വിചാരിച്ചോ, അപ്പൊ നിങ്ങൾ എന്താണ് നല്ല സ്മെല്ല് വരും. എങ്ങനെ നമ്മൾ അറിയുന്നത്, ചെവിയിലൂടെ സ്മെല്ലടിക്കുക അല്ല അല്ലേ, നോസിലൂടെ അല്ലേ. അപ്പൊ സ്മെല്ല് ചെയ്യുന്നില്ല നോസ് അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചർ, നോക്കൂ ചിത്രം നോക്കൂ. Wow, savory smell. I am not able to smell because I have a cold. അപ്പൊ ഇവൻ പറയുന്നത് ഹായ് നല്ല മണം എന്ന് പറയുന്നുണ്ട് അല്ലേ, ബോയ് പറയുന്നത്. അപ്പൊ ഗേൾ എന്താ പറയുന്നത്, എനിക്ക് കോൾഡ് അല്ലേ, ജലദോഷം ഉള്ളത് കൊണ്ട് എനിക്ക് മണം കിട്ടുന്നില്ല എന്ന് പറയാണ് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് ദ റീസൺ ഫോർ ലോസ് ഓഫ് സ്മെൽ വെൻ യു ഹാവ് എ കോൾഡ്. അപ്പോൾ ജലദോഷം ഉണ്ടായാൽ എന്തായിരിക്കും ഈ ജലദോഷം വരുമ്പോൾ നമുക്ക് മണം അറിയാതിരിക്കാനുള്ള കാരണം. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ജലദോഷം ഉണ്ടാകുന്നതാണ് അല്ലേ, അപ്പം നമുക്ക് സ്മെല്ലൊന്നും അറിയാൻ കഴിയില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചത്, വി ഓൾവേസ് ഫീൽ എ മോയിസ്റ്റ് ഇൻസൈഡ് അവർ നോസ് ഡോണ്ട് വി. എന്താണ് മൂക്കിനുള്ളിൽ എപ്പോഴും ഒരു മോയിസ്റ്റ് ഉണ്ടാവും അല്ലേ, ഒരു നനവുണ്ടാവും, ഒരു ഈർപ്പുണ്ടാവും അല്ലേ, അത് അനുഭവപ്പെടാറില്ലേ. ദ റീസൺ ഫോർ ദിസ് ഈസ് ദ സിക്രീഷൻ ഇൻ ദ നോസ്. എന്താ അത് കാരണം, ഈ സിക്രീഷൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് എന്ത് ഇതിനുള്ള കാരണം അല്ലേ, നോസ് സിക്രീഷൻ. The function of this secretion is to remove the dust particle and pathogens getting inside the nose. The cold is condition when this secretion is produced in excess, when there is a virus infection. എന്താണ് മൂക്കിനുള്ളിൽ എപ്പോഴും ഒരു മോയ്സ്ചർ അനുഭവപ്പെടാറുണ്ട് അല്ലേ, ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിന് കാരണം. മൂക്കിലെത്തുന്ന ഈ പൊടിപടലങ്ങളും അതുപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസും രോഗാണുക്കളും ഒക്കെ നീക്കം ചെയ്യലാണ് എന്ത് ഈ സെക്രീഷ്യന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെക്രീഷന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും അതുപോലെ എന്താണ് ഡസ്റ്റ് പാർട്ടിക്കിൾസും പാത്തോജൻസ് എന്താണ് രോഗാണുക്കളൊക്കെ നീക്കം ചെയ്യലാണ് എന്ത് ഈ സെക്രീഷ്യന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സെക്രീഷൻ കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്ന അവസ്ഥയാണ് എന്ത് ജലദോഷം എന്ന് പറയുന്നത് അല്ലേ. എന്താണ് വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ സെക്രീഷൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും, കൂടുതൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് എന്ത് ഈ കോൾഡ് ജലദോഷം എന്ന് പറയുന്നത്. ഓക്കെ, when secretion is produced in excess, the odor particles will not be reach the cells that help to recognize the smell. That is why we don't recognize smell. അപ്പോൾ എന്താണ് കൂടുതൽ സെക്രീഷൻ ഉണ്ടാക്കുമ്പോൾ മണം അറിയാൻ സഹായിക്കുന്ന സെല്ലിലേക്ക് ഈ സ്മെല്ലിന്റെ ആ കണികകൾ എത്താതാവും അല്ലേ. അതുകൊണ്ടാണ് എന്ത് നമുക്ക് മണം അറിയാത്തത്. എന്താണ് നമുക്ക് കൂടുതൽ സെക്രീഷൻ ഉണ്ടാക്കുമ്പോൾ മണം അറിയാൻ സഹായിക്കുന്ന സെല്ലുകൾ ഉണ്ട് അല്ലേ, അതിലേക്ക് ഈ സ്മെല്ലിന്റെ കണികകൾ എത്താത്തതാവും. അതുകൊണ്ടാണ് എന്ത് മണം അറിയാത്തത് എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്, ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾക്ക് കൂടുതൽ സെക്രീഷൻ ഉണ്ടാകുമ്പോൾ മണം അറിയാൻ സഹായിക്കുന്ന ഈ സെല്ലിലേക്ക് ഈ സ്മെല്ലിന്റെ ആ കണികകൾ എത്താതാവും അല്ലേ, അതുകൊണ്ടാണ് എന്ത് നമുക്ക് മണം അറിയാത്തത്. ദ സ്മെൽ ഓൾസോ ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ സറൗണ്ടിങ്സ് ലൈക്ക് സൈറ്റ് ആൻഡ് ഹിയറിംഗ്. റൈറ്റ് യുവർ ഒപ്പീനിയൻ ഇൻ യുവർ സയൻസ് ഡയറി. അപ്പൊ ചുറ്റുപാടിനെ സറൗണ്ടിങ്സിനെ അറിയാൻ കാഴ്ചയും കേൾവിയും പോലെ നമുക്ക് എന്താണ് സ്മെല്ലും സഹായിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ സയൻസ് ബുക്ക് എഴുതാൻ സഹായിക്കുന്നുണ്ട് മക്കളെ, ഉണ്ട് അല്ലേ. സ്മെല്ല് നമുക്ക് എന്താണ്
സഹായിക്കുന്നൊക്കെ ഉണ്ട് അല്ലേ, സറൗണ്ടിങ്സിന് അറിയാനൊക്കെ അല്ലേ. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പം റോസി കടൻ്റെ ഒക്കെ മുന്നിൽ കൂടി നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു സ്മെല്ലും ഇങ്ങോട്ട് വരും അല്ലേ. അപ്പോൾ ഇതെന്താന്നൊക്കെ നമുക്ക് മനസ്സിലാവില്ലേ. വി നീഡ് ദ നോസ് നോട്ട് ജസ്റ്റ് ടു സ്മെൽ ബട്ട് ഓൾസോ ടു ബ്രീത്ത്, ഡോണ്ട് വി. അപ്പൊ എന്താ നോക്കൂ, മണമറിയാൻ മാത്രമല്ലേ നമുക്ക് മൂക്ക് ഇതാക്കുന്നത് അല്ലേ. മൂക്ക് മണമറിയാൻ മാത്രമാണോ? അല്ല, നമുക്ക് എന്താണ് ശ്വസിക്കുകയാണ് അല്ലേ, എന്താണ് ബ്രീത്ത് ചെയ്യാനും വേണം അല്ലേ, മൂക്ക് ആവശ്യമാണ് അല്ലേ. ബ്രീത്ത് ചെയ്യാൻ നമുക്ക് മൂക്ക് ആവശ്യമല്ലേ. വാട്ട് ഷുഡ് വി ബി കെയർഫുൾ ഓഫ് ടു പ്രൊട്ടക്ട് ദ നോസ്. അപ്പൊ മൂക്കിന്റെ സംരക്ഷണത്തിനായി നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഡു നോട്ട് പുട്ട് എനി ഒബ്ജക്റ്റ് ഇൻസൈഡ് ദ നോസ് അല്ലേ, മൂക്കിൽ യാതൊരു വസ്തുക്കളും ഇടരുത് അല്ലേ. ഡോണ്ട് ബ്ലോ യുവർ നോസ് ഫോഴ്സ്ഫുള്ളി. പിന്നെ അതേപോലെ ശക്തമായി മൂക്ക് ചീറ്റാൻ പാടില്ല അല്ലേ. അങ്ങനെ ചീറ്റാൻ എന്താണ് ബ്ലഡ് എന്തൊക്കെ വരും അല്ലേ. അപ്പൊ നന്നായി ശക്തമായി ചീറ്റാനൊന്നും പാടില്ല. Then secretion particles from the nose and the mouth are likely to fall on other people bodies while we sneeze or cough. What should be done to avoid this? അപ്പോൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂക്കിൽ നിന്നും വായിൽ നിന്നും എന്താണ് ഈ ഒരു സെക്രീഷൻ പാർട്ടിക്കിൾസ് വരലുണ്ട് അല്ലേ. ആ മറ്റുള്ളവരുടെ ശരീരത്തിൽ വീഴാൻ സാധ്യത ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് ഒഴിവാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ തുമ്മുമ്പോൾ ഒക്കെ ചീറ്റുമ്പോൾ കണ്ട മുഖം എന്താണ് പൊത്തി പിടിക്കണം അല്ലേ. പിന്നെ നമുക്ക് ഹാൻഡ് കർച്ചീഫ് എപ്പോഴും ഉപയോഗിക്കണം. പിന്നെ ഹാൻഡ് കർച്ചീഫ് നമ്മൾ ഉപയോഗിച്ച് വേറെ ആൾക്ക് കൊടുക്കാൻ പാടില്ല, അതുപോലെ വേറൊരാൾ ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ കവർ ദ മൗത്ത് ആൻഡ് നോസ് വിത്ത് എ ക്ലീൻ ഹാൻഡ് കർച്ചീഫ് അല്ലേ. വൃത്തിയുള്ള തൂവാല കൊണ്ട് വായും മൂക്കും പൊത്തി പിടിക്കുക തുമ്മുമ്പോൾ അല്ലേ. ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ ഒക്കെ വൃത്തിയുള്ള ഹാൻഡ് കർച്ചീഫിനോട് വായും മൗത്തും നോസും ഒക്കെ കവർ ചെയ്യുക. ഡോണ്ട് യൂസ് ദ ഹാൻഡ് കർച്ചീഫ് യൂസ്ഡ് ബൈ അതേഴ്സ്. ഒരാൾ ഉപയോഗിച്ച ഹാൻഡ് കർച്ചീഫ് എന്താക്കരുത്, മറ്റുള്ളവർ ഉപയോഗിക്കരുത്. വാവ്, സച്ച് എ ഗ്രേറ്റ് ടേസ്റ്റ്. നെക്സ്റ്റ് നോക്കൂ, എന്താണ് നല്ല ടേസ്റ്റ്. എന്താ അത്? സദ്യയാണ് അല്ലേ. നല്ല രുചിയിലെ എന്തെല്ലാം അതിലുണ്ട്. ഇഷ്ടമായ ഏതൊക്കെ നോക്കൂ. പുളിഞ്ചി ഉണ്ട്. ടീച്ചർക്ക് പുളിഞ്ചി ആട്ടോ ഇഷ്ടം. നിങ്ങൾക്കൊക്കെ ഏതൊക്കെ ഇഷ്ടം എന്ന് കമന്റ് ചെയ്തേ. ദെൻ ഡിഡ് യു സീ ദ ഡിഫറെന്റ് ഫുഡ് ഐറ്റംസ് ഇൻ ദ പിക്ചർ? നിങ്ങൾ ഈ ചിത്രത്തിൽ വിവിധ തരം ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടില്ലേ? ഡു ദേ ഓൾ ടേസ്റ്റ് ദ സെയിം? അപ്പൊ ഇവയ്ക്കെല്ലാം ഒരേ രുചിയാണോ? ചോറിന്റെ രുചിയാണോ? പപ്പടത്തിന്റെ രുചിയാണോ? ഈ ഉപ്പേരിക്ക് ആണോ? പായസത്തിന്റെ രുചിയാണോ? ഈ ചിപ്സിന് ആണോ? അപ്പം ഇതെല്ലാം എന്താണ് ടേസ്റ്റ് സെയിം ആണോ? ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് അല്ലേ. വെൻ ഈസ് ഇറ്റ് പോസിബിൾ ടു സെൻസ് ദ ട്രൂ ടേസ്റ്റ് ഓഫ് ഫുഡ്? വെൻ ഇറ്റ് ഈസ് വെൽ ച്യൂഡ് ഓർ നോട്ട്? വൈ? അപ്പോൾ നന്നായി ചവച്ചരച്ച് കഴിക്കുമ്പോഴാണോ അല്ലാത്തപ്പോഴാണോ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ശരിയായ രുചി അറിയാൻ കഴിയുന്നത്? നന്നായി ചവച്ചരയ്ക്കുമ്പോൾ അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്? പിന്നെന്താണ്? വി സെൻസ് ടേസ്റ്റ് വെൻ ഇറ്റ് ഈസ് ഡിസോൾവ് ഇൻ സലൈവ ആൻഡ് സ്റ്റിമുലേറ്റ്സ് ദ ടേസ്റ്റ് ബഡ്. നോക്കൂ, സലൈവ പറഞ്ഞാൽ എന്താണ്? അതായത് ഉമിനീര് എന്ന് പറയില്ലേ, അതാണ് സലൈവ അല്ലേ. അപ്പൊ എന്താണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളെ സലൈവയിൽ ഉമിനീരിൽ അലിഞ്ഞ് നാവിലുള്ള സാധു കുമിളങ്ങളെ എന്താണ് ഈ ടേസ്റ്റ് ആയിട്ടുള്ള ഈ സലൈവ എന്താ സ്റ്റിമുലേറ്റ് ദ ടേസ്റ്റ് ബഡ് അല്ലേ. ഈ ടേസ്റ്റ് ബഡിനെ ഉത്തേജിപ്പിക്കുമ്പോഴാണെന്ത് നമ്മൾ രുചി തിരിച്ചറിയുന്നത് അല്ലേ. അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ എന്താക്കണം, നമ്മളെ സലൈവയിൽ അലിഞ്ഞ് നാവിലുള്ള ആ ടേസ്റ്റ് ബഡ്സിനെ എന്താക്കുന്നുണ്ട്, സ്റ്റിമുലേറ്റ് അല്ലേ ചെയ്യുമ്പോഴാണ് ഇത് നമ്മൾ രുചി അറിയുന്നത്. ലിസ്റ്റ് ദ ടേസ്റ്റ് ഓഫ് ഫുഡ് യു കൺസ്യൂം ഇൻ എ ഡേ. ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചികൾ നിങ്ങൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഫുഡ് ലൈം പിക്കിൾ എന്താണ്? നാരങ്ങാച്ചാറിൽ സോറാണ് അല്ലെ, പുളിയാണ് അല്ലെ. റൈപ്പ് മാംഗോ സ്വീറ്റ്. ഈ പാവയ്ക്ക തോരലിൽ എന്താണ്? എന്താ പാവയ്ക്ക തോരലിൽ? ബിറ്റർ ആണ് അല്ലേ, ഭയങ്കര ഒരു കയ്പാണ് അല്ലേ പാവയ്ക്കല്. ബിറ്റർ ഗോഡ് കറിയിൽ. ദെൻ അടുത്തെന്താ? ചില്ലി അല്ലേ. ചില്ലി എന്താണ്? സ്പൈസി ആണ് അല്ലേ. ഓക്കെ, ചില്ലി മുളകാണെന്ത് ഭയങ്കര സ്പൈസിയാണ് അതിൻ്റെ ടേസ്റ്റിലാണ് വരുന്നത്. ഡസ് ദ ടങ് ഹെൽപ്പ് ഓൺലി ഇൻ ടേസ്റ്റിംഗ്? ഇനി രുചി അറിയാൻ മാത്രമാണ് നമ്മളെ ടങ് സഹായിക്കുന്നത്, നാവ് സഹായിക്കുന്നത്. വാട്ട് ആർ ദ അതർ ഫങ്ഷൻസ് ഓഫ് ദ ടങ്? പിന്നെ മറ്റെന്തെല്ലാമാണ് ഈ നാവിൻ്റെ ഫങ്ഷൻസ്? ടോക്കിംഗ്, സംസാരിക്കാൻ അല്ലേ. ചൂയിങ് ആൻഡ് സ്വാലോയിങ് അല്ലേ. എന്താണ് പിന്നെ നമുക്ക് ചൂയിങ് എന്താ കടിക്കണം, അതായത് നമ്മൾ ചവയ്ക്കണം എന്നുണ്ടെങ്കിലൊക്കെ എന്താണ് നാക്ക് ഹെൽപ്പ് ചെയ്യണ്ടേ. നാക്കൊന്ന് ഇങ്ങോട്ടേക്ക് സൈഡ് വെച്ചിട്ട് അങ്ങനെ വെറുതെ കടിച്ചാൽ മതിയോ? ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താക്കണം, പാസ് ചെയ്യിപ്പിക്കാനൊക്കെ നാക്ക് ചലിക്കണം അല്ലേ. അപ്പം ചൂയിങ് ചെയ്യാൻ, അതുപോലെ വിഴുങ്ങാൻ സ്വാലോയിങ് ചെയ്യാനൊക്കെ എന്താണ് ഈ നാക്ക് ആവശ്യമാണ് അല്ലേ. വാട്ട് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് ഫോർ ദ ഹെൽത്ത് ഓഫ് ദ ടങ്? ഇനി നാവിന്റെ ആരോഗ്യത്തിനായി നാം എന്തെല്ലാം ശ്രദ്ധിക്കണം? ഡോണ്ട് ഈറ്റ് എക്സ്ട്രീംലി ഹോട്ട് ഓർ കോൾഡ് ഫുഡ് അല്ലേ. ചൂടോ തണുപ്പോ അധികമുള്ള വസ്തുക്കൾ കഴിക്കരുത്. ഡോണ്ട് ഫോഴ്സ്ഫുള്ളി ക്ലീൻ ദ ടങ് വിത്ത് എ ടങ് ക്ലീനർ. പിന്നെ ശക്തിയായി നാവ് എന്താക്കരുത്, ടങ് ക്ലീനറിനോടൊന്നും പഠിക്കാൻ നിൽക്കരുത് അല്ലേ. ടച്ച് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഇനി നോക്കൂ, നമുക്ക്
തൊട്ടറിഞ്ഞു എന്നുള്ളതാണ് അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചർ, ചിത്രം നോക്കാനാണ് പറഞ്ഞത്. ദ ഒബ്ജക്ട് ലൈക്ക് എ ബോൾസ്, beads of different shapes and a glass of cold water, a smooth stone and a rough stone are kept on the table. A child attempts to identify each object blindfolded. Do this activity in your class. മേശപ്പുറത്ത് പന്ത്, പല ആകൃതിയിലുള്ള മുത്തുകൾ, തണുത്ത വെള്ളം, മിനുസമുള്ള കല്ല്, പരിപരുത്ത കല്ല് എന്നിവ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഒരു കുട്ടിയുടെ കണ്ണ് കെട്ടി ഇവ ഓരോന്നും സ്പർശിക്കാൻ ആവശ്യപ്പെട്ട, ഇതൊക്കെ തൊടാനും ആവശ്യപ്പെടുക. എന്നിട്ട് ഓരോ വസ്തുവും ഏതെന്ന് തൊട്ട് പറയണം. അത് നിങ്ങൾ ചെയ്തു നോക്കാനാണ് പറഞ്ഞില്ലേ. അപ്പോൾ എന്താണ്, ഇത് കല്ലാണെങ്കിൽ കല്ല് എന്ന് പറയാം, ബോളാണെങ്കിൽ ബോൾ എന്ന് പറയാം. അപ്പം നമുക്ക് കണ്ണ് കെട്ടിയിട്ടാണ് എന്താക്കേണ്ടത്, ഇത് എന്താന്നുള്ളത് പറയേണ്ടത് അല്ലേ. നമുക്ക് ചിലർക്കൊക്കെ അറിയാൻ കഴിയൂല്ലേ. ദെൻ കുഡ് യു റെക്കഗ്നൈസ് ഓൾ ദ ഒബ്ജക്ട്സ്, എല്ലാ ഒബ്ജക്റ്റും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഹൗ വെർ ദേ റെക്കഗ്നൈസ്ഡ്, എങ്ങനെയാണ് ഇവ തിരിച്ചറിഞ്ഞത്? വാട്ട് ഓൾ ഫീച്ചേഴ്സ് ക്യാൻ ബി റെക്കഗ്നൈസ് ത്രൂ ടച്ച്, ഈ ടച്ചിലൂടെ എന്തെല്ലാം നമുക്ക് തിരിച്ചറിയാൻ കഴിയും? വിച്ച് ഓർഗാൻ ഹെൽപ്ഡ് യു ഇൻ ദിസ്, ഏത് ഓർഗാനാണ് ഇതിനെ നിങ്ങളെ സഹായിച്ചതെന്ന്? ദ സ്കിൻ അല്ലേ. അപ്പോൾ നമുക്ക് ടച്ചിങ് ചെയ്യാൻ എന്താണ്, സ്കിന്നാണ് നമ്മളെ സഹായിക്കുന്നത് അല്ലേ. അപ്പോൾ ദ സ്കിൻ ഈസ് ദ organ that help us to recognize object by touch. It also help us to feel sensation like hot and cold. It covers and protect our body. The skin is the largest organ in the body. It prevents pathogens from entering the body. The skin has a role in controlling the temperature of the body and eliminating waste through sweat. എന്താണ് പറയുന്നത്? ഈ ടച്ചിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു അവയവമാണ് എന്ത്, നമ്മളെ സ്കിന്ന് അല്ലേ. നമ്മളെ സ്കിന്നിൽ തൊട്ടാൽ തന്നെ നമുക്ക് എന്താക്കും, നമുക്ക് ടച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ. അതുപോലെ ചൂട്, നമ്മൾ ചൂടുണ്ടാവും ചിലപ്പോൾ എന്താണ്, നമുക്ക് കയ്യിലോട് തൊട്ട് നോക്കല്ലേ. ചൂട്, തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിന് എന്താണ്, ഈ സ്കിന്ന് നമ്മളെ സഹായിക്കുന്നു അല്ലേ. ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ് എന്ത്, ഈ സ്കിൻ എന്ന് പറയുന്നത് അല്ലേ. ശരീരത്തിനുള്ളിലേക്ക് ഈ രോഗാണുക്കൾ പ്രവേശിക്കാതെ ഈ സ്കിൻ എന്താണ്, തടയുന്നുണ്ട് അല്ലേ. ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിലും അതുപോലെ സ്വെറ്റ്, വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിലും എന്താണ്, ഈ സ്കിന്നിന് നല്ല പങ്കുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ സ്കിന്നാണ് ഇത് ഏറ്റവും വലിയ ഓർഗൻ, നമ്മളെ ബോഡിയിലുള്ള വലിയ ഓർഗൻ ഏതാണ്, സ്കിന്നാണ് അല്ലേ. ഓക്കെ, പ്രൊട്ടക്റ്റിംഗ് ദ സ്കിൻ. ഇനി നമുക്ക് എന്താണ്, സ്കിന്നിനെ സംരക്ഷിക്കണം അല്ലേ, പ്രൊട്ടക്ട് ചെയ്യണം. വാട്ട് ഷുഡ് വി ബി കെയർഫുൾ ഓഫ് ഇൻ പ്രൊട്ടക്ടിങ് ദ സ്കിൻ. അപ്പോൾ ഈ സ്കിന്നിന്റെ സംരക്ഷണത്തിനായി നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? വി ഷുഡ് കീപ് ദ സ്കിൻ ക്ലീൻ അല്ലേ. നമ്മൾ എന്താക്കണം, നമ്മുടെ സ്കിന്ന് വൃത്തിയായി സൂക്ഷിക്കണം അല്ലേ. വി ഷുഡ് ഡ്രിങ്ക് സഫിഷ്യൻറ്റ് വാട്ടർ, പിന്നെന്താണ്, ആവശ്യത്തിന് എന്താക്കണം, വെള്ളം കുടിക്കണം അല്ലേ. വി ഷുഡ് ഇൻക്ലൂഡ് ലീഫി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ അവർ ഡയറ്റ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ഹെൽത്ത് ഓഫ് ദ സ്കിൻ അല്ലേ. എന്താണ്, ഈ സ്കിന്നിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികളും പഴങ്ങൾ എന്നിവ എന്താണ്, നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ആഡ് മോർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങൾ സയൻസ് ബുക്കിൽ നിങ്ങൾ ഇതിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ലെറ്റ് us conduct an interview with the healthcare professional to know more about the functioning and protection of sense organs. Prepare a questionnaire by including all your doubt. എന്താണ്, നിങ്ങൾ ഈ സെൻസ് ഓർഗാനിൻ്റെ പ്രവർത്തനങ്ങളെയും സംരക്ഷണത്തിനെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി എന്താണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങളെ ഉൾപ്പെടുത്തി ഉണ്ടാക്കുക, ഒരു ക്വസ്റ്റ്യനെയർ, ഒരു ചോദ്യാവലി നിങ്ങൾ തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ വാട്ട് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ക്വസ്റ്റ്യനെയർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനെയറിൽ എന്തെല്ലാം ഉണ്ടാവണം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം കേട്ടോ. സമ്മറൈസ് ദ ഇൻഫർമേഷൻ ദാറ്റ് യു റിസീവ്ഡ് ത്രൂ ദ ഇൻ്റർവ്യൂ ആൻഡ് റൈറ്റ് യുവർ സയൻസ് ഡയറി. റൈറ്റ് ദ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, the 5 sense organs on a chart and exhibit in your class. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഇൻ്റർവ്യൂയുടെ ലഭിച്ച വിവരങ്ങൾ നിങ്ങൾ എന്താക്കുക, സയൻസ് ബുക്കിൽ എഴുതുക. ഈ 5 സെൻസ് ഓർഗൻ ഉണ്ട്, നമുക്ക് അതിൻ്റെ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താക്കുക, ഒരു ചാർട്ടിൽ എഴുതിയിട്ട് ക്ലാസ്സിൽ എന്താക്കുക, തൂക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക. നമ്മളെ സെൻസ് ഓർഗൻ ഏതൊക്കെയാണെന്ന് നമുക്കറിയാലോ. ഏതൊക്കെയാണ്? ഐസ്, നോസ്, ഇയർ, ടങ്, സ്കിന്ന് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഒരു ചോദ്യം ഒന്ന് നോക്കിയാൽ, വാട്ട് ഫീച്ചേഴ്സ് ഓഫ് എ ഒബ്ജക്റ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ത്രൂ സൈറ്റ്. സൈറ്റിലൂടെ അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഏതെല്ലാം സവിശേഷതകൾ കാഴ്ച, കേൾവി, സ്പർശം എന്നിവയിലൂടെ അറിയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ എന്താക്കുക, കംപ്ലീറ്റ് ആക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എന്താക്കുക, അത് പൂർത്തിയാക്കുക കേട്ടോ. സൈറ്റിൻ്റെ, ഹിയറിങ്ങിൻ്റെയും ടച്ചിൻ്റെ ഒക്കെ മനസ്സിലാക്കി എഴുതുക. ഓക്കെ, അപ്പം ചാപ്റ്റർ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.